ഉപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കാരുണ്യവർഷം നമ്മോട് പറയുന്നത് എന്താണ്? 2015 ഡിസംബർ മാസം 8-ാം തീയതി മുതൽ 2016 നവംബർ മാസം 20-ാം തീയതി വരെ ആഗോള സഭയിലുടനീളം കാരുണ്യവർഷം എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു ജൂബിലി വർഷം ആഘോഷിക്കുകയാണ്. സഭയുടെ ചരിത്രത്തിലുടനീളം വിവിധങ്ങളായ വർഷങ്ങളിൽ വ്യത്യസ്തമായ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും കുറേ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യ വർഷം എന്ന് പറഞ്ഞൊരു വർഷം നമ്മൾ ആചരിക്കുന്നു. പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള പൊതുജനത്തിൻ്റെ മതിപ്പിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ തിരുസഭ ഒരു വർഷം പൗരോഹിത്യ വർഷമായി ആഘോഷിക്കുന്നു. അങ്ങനെ പൗരോഹിത്യ വർഷത്തിൻ്റെ മൂല്യം ഉയർത്തിക്കാണിക്കുന്നു. വിശ്വാസം പലയിടങ്ങളിലും പൊതുനിരത്തും ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ ഫലമായി കൂടുതൽ വിശ്വാസികളിൽ വിശ്വാസം ആഴപ്പെടുത്തുന്നതിനായി വിശ്വാസ വർഷം ആചരിച്ചു. സഹോദരങ്ങളെ, ഒരു പക്ഷേ പലപ്പോഴും ഇതുപോലുള്ള ഒരു വർഷമായി നമ്മൾ ഈ കാരുണ്യ വർഷത്തെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഇത് അപകടകരമാണ്. കാരുണ്യ വർഷം ഒരു അസാധാരണമായ വർഷമായിട്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ആണ്ട് നമ്മൾ കൊണ്ടാടുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കൂടുതൽ കരുണയുള്ളതായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും കരുണയുള്ളവരായിരിക്കണം. സ്വർഗത്തിലെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും കരുണയുള്ളവരായിരിക്കണം എന്ന ഈശോയുടെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആണ്ട് ആചരിക്കുന്നത്. സത്യത്തിൽ ഇത് ആചരിക്കാനുള്ള കാരണം എന്താണ്? ഇത് വെറുതെ സഭ പ്രഖ്യാപിച്ചതല്ല. ഒരിക്കൽ മാർപ്പാപ്പ മെത്രാന്മാരോടും ഏതാനും വൈദികരോടും ഏതാനും പ്രായം വന്ന വിശ്വാസികളോടും ചേർന്ന് നിന്ന് സംസാരിക്കുകയായിരുന്നു. ചർച്ചയ്ക്കിടയിൽ മാർപ്പാപ്പ ചോദിച്ചു, സഭയും ഹൈറാർക്കിയും സാധാരണക്കാരായ ആളുകളും തമ്മിൽ കൂടുതൽ അകലം വർദ്ധിക്കുന്നുണ്ട്. ഇത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹൗ ക്യാൻ ദ ചർച്ച്, ദ ഹൈറാർക്കി ആൻഡ് ദ പീപ്പിൾ ക്യാൻ കം മോർ ക്ലോസർ? അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ പ്രായം വന്ന ഒരാൾ പറഞ്ഞു, ഡിക്ലെയർ ആൻ ഇയർ ഓഫ് ഫൊർഗീവ്നെസ്. സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ ഒരു വർഷം പ്രഖ്യാപിക്കുക. മാർപ്പാപ്പ തൻ്റെ സ്വകാര്യമായ മുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ധ്യാനപൂർവം ഇത് ദൈവത്തിൻ്റെ നിയോഗമാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും തിരിച്ചറിഞ്ഞു. പിന്നീട് ആലോചനാ സംഘവുമായി ആലോചിച്ചതിന് ശേഷമാണ് ഇയർ ഓഫ് മേഴ്സി, എക്സ്ട്രാ ഓർഡിനറി ജൂബിലി ഇയർ ഓഫ് മേഴ്സി എന്ന് പറഞ്ഞ് ഈ വർഷം പ്രഖ്യാപിച്ചത്. സഹോദരങ്ങളെ, ഇത് അസാധാരണമായ വർഷമാണ്. എന്താണ് ഇത് അസാധാരണം എന്ന് പറയുന്നത്? സഭയുടെ ചരിത്രത്തിൽ 3 അസാധാരണമായ വർഷങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 1628 വർഷത്തിലും 29-ാമത്തെ വർഷത്തിലും സമാധാനം എന്ന് പറയുന്ന ഒരു തീമിനെ അധികരിച്ച് അസാധാരണമായ ജൂബിലി വർഷം ആഘോഷിച്ചു. എന്നാൽ യേശുവിൻ്റെ മരണശേഷവും ഉത്ഥാനശേഷവും തിരുസഭ രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ കരുണയുടെ ഒരു ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. സാധാരണയായി കരുണയുടെ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മനുഷ്യർ ചെയ്യേണ്ട സൽപ്രവർത്തികളെക്കുറിച്ചാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം കരുണയിൽ സമ്പന്നൻ എന്ന് ധ്യാനിക്കുന്നതാണ്. ദൈവം കരുണയിൽ സമ്പന്നൻ ആണ് എന്നുള്ളത്. ഗോഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. ഇത് നമ്മൾ ധ്യാനിക്കണം. സത്യത്തിൽ ഏതൊരു സൽക്കർമ്മത്തിൻ്റെയും പുറകിൽ ദൈവം കരുണയിൽ സമ്പന്നനാണെന്ന് ധ്യാനിച്ച് ദൈവത്തിൻ്റെ അഗാധമായ കരുണ ഞാനും നിങ്ങളും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെറും സാമൂഹ്യ പ്രവർത്തനങ്ങളായി അധപതിക്കും. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്,
ചർച്ച് ഈസ് നോട്ട് ജസ്റ്റ് ആൻ NGO. സഭ വെറും ഒരു NGO അല്ല, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ല, കുറേ ചാരിറ്റി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഒരുപക്ഷെ സഭയേക്കാൾ കൂടുതൽ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോകത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നൽകുന്ന കരുണയാണ്, പാപമോചനമാണ്. ഇത് ആണ് ഈ വർഷം ഏറ്റവും അധികമായി നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, 2 ചിന്തകൾ ഈ സമയം നമുക്ക് ധ്യാനപൂർവം സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമതായി, ദൈവം കരുണയിൽ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നീതിയെ മറികടക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കണം. രണ്ടാമതായി, വെറും കരുണ ആത്മവഞ്ചനയാണ്. സത്യത്തിൽ ആത്മനാശത്തിലേക്ക് നയിക്കുന്ന കരുണ കരുണയല്ല, വഞ്ചനയാണ്. ആത്മീയമായ പ്രകാശത്തിലേക്കും ആത്മീയമായ രക്ഷയിലേക്കും നയിക്കുന്ന കരുണയാണ് യഥാർത്ഥത്തിലുള്ള കരുണ. ഒന്നാമത്, നീതിയെ മറികടക്കുന്ന കരുണ. സാമാന്യ നീതിയെ മറികടക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. സഹോദരങ്ങളെ, ധാരാളം മനുഷ്യർക്ക് ദൈവം വ്യത്യസ്തമായ ദാനങ്ങൾ നൽകാറുണ്ട്. ചിലർക്ക് കാറ് നൽകുന്നു, ചിലർക്ക് നല്ല ജീവിത പങ്കാളിയെ നൽകുന്നു, ചിലർക്ക് പഠിക്കാനുള്ള കഴിവ് നൽകുന്നു, ചിലർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്നു. എന്നാൽ ദൈവം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നൽകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാവോ? അത് ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ ഹൃദയമാണ്. ദൈവത്തിൻ്റെ ഹൃദയം നമുക്ക് കിട്ടിയെങ്കിലേ ദൈവത്തെപ്പോലെ കരുണ കാണിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഈ ആണ്ടിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, അങ്ങയുടെ ഹൃദയം എനിക്ക് തരണമേ. വളരെ കുറച്ചു പേർക്ക് മാത്രം നീ കൊടുക്കുന്ന നിൻ്റെ ഹൃദയം, മറ്റ് ദാനങ്ങളല്ല, നിൻ്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന്. ഈ ഹൃദയം എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിലേ നീതിയെ മറികടക്കുന്ന ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കാൻ പോലും കഴിയുകയുള്ളൂ. പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന വളരെ വിശിഷ്ടമായ ഒരു പുസ്തകമാണ്, ഒരു ഇൻ്റർവ്യൂവിനെ ആസ്പദമാക്കി ഇറക്കിയ പുസ്തകമാണ് ദ നെയിം ഓഫ് ഗാഡ് ഈസ് മേഴ്സി എന്നുള്ളത്. ദൈവത്തിൻ്റെ പേര് കരുണയാണ് എന്നുള്ളത്. ഈ പുസ്തകത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും അധികമായി പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവമാണ്. യേശു ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫരിസേയരും നിയമജ്ഞരും കൂടെ വന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള വിധിവാചകവുമായി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അവനോട് ചോദിച്ചു, ഇവളെ ഞങ്ങൾ എന്തു ചെയ്യണം? കാരണം ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്കറിയാമല്ലോ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് നിയമം. നിനക്ക് എന്തു തോന്നുന്നു? നീ എന്തു പറയുന്നു? സഹോദരങ്ങളെ, ഉടനെ തന്നെ യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്ന ഒരു വാചകമുണ്ട്. ഇത് അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. 4 സുവിശേഷകന്മാരിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ് യോഹന്നാൻ. അതുകൊണ്ട് മുഴുവൻ വിശദാംശങ്ങളും ചേർത്താണ് ആ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഇത് അവനിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി, അവൻ എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇതാ, യേശു ആദ്യം ആ ചോദ്യത്തെ ശ്രദ്ധിച്ചില്ല. വീണ്ടും ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. സഹോദരങ്ങളെ, സത്യത്തിൽ ആ കൂട്ടത്തിൽ അവളെ കല്ലെറിയാനുള്ള യോഗ്യതയുള്ള ആരാണുള്ളത്? യോഗ്യതയുള്ള ഒരേ ആളുള്ളൂ, അത് കർത്താവായ യേശു മാത്രമാണ്. ആ യേശുവാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ഹൃദയമുള്ളവൻ, ദൈവത്തിൻ്റെ ആത്മജാതൻ, ഏകജാതൻ. അവൻ പറയുകയാണ്, ഇതാ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയണം. ഏതാനും സമയങ്ങൾ കഴിഞ്ഞു, എല്ലാവരും മടങ്ങിപ്പോയി. അവളുടെ മുഖത്തേക്ക് നോക്കി, അവൾ നോക്കിയപ്പോൾ അവൾ മാത്രം അവശേഷിക്കുന്നു. അവളോട് ചോദിച്ചു, മറ്റുള്ളവർ എവിടെ പോയി? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, കർത്താവെ, ആരും എന്നെ വിധിച്ചില്ല. ഈശോ പറഞ്ഞു, ഇതാ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക. പിന്നീട് പറയുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. പൊയ്ക്കൊള്ളുക, സഹോദരി, നീ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. സഹോദരങ്ങളെ, ഈ ഒരു വാണിംഗ് ഇല്ലാതെ
പറഞ്ഞു വിടുകയായിരുന്നെങ്കിൽ സത്യത്തിൽ ആ സംഭവം വെറും അപൂർണമാണ്. നിങ്ങൾക്കറിയാവോ, 10 നിയമങ്ങളെ അധികരിച്ചുകൊണ്ട് യഹൂദ സമുദായത്തിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയതാണ് ബാക്കി വന്ന 613 നിയമങ്ങളും ചട്ടങ്ങളും. ഈ 613 നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തിയത് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ പാവപ്പെട്ട വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ രക്ഷിക്കാൻ ആ നിയമത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഹൃദയം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ നീതിയെ മറികടക്കുന്ന കരുണയെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നീതിയെ മറികടക്കുന്ന കരുണയെ ഏറെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. ഇതാ അവൾ കടന്നുപോയി. അവൾ ഏറെ വേവലാതിപ്പെട്ടാണ് ഈശോയുടെ മുമ്പിലേക്ക് വന്നത്. രക്ഷപ്പെടാനായിട്ട് യാതൊരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് അവൾ വന്ന് പെടുന്നത്. എന്നാൽ യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ വന്ന് വീണ് പിന്നീട് അവൾ മടങ്ങിപ്പോകുന്നത് നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുത്ത സ്ത്രീയായിട്ടാണ്. മുഴുവൻ ധൈര്യത്തോടു കൂടിയിട്ടാണ് അവൾ മടങ്ങിപ്പോകുന്നത്. വലിയ പ്രത്യാശയോട് കൂടിയിട്ടാണ് അവൾ പിന്നീട് മടങ്ങിപ്പോകുന്നത്. സഹോദരങ്ങളെ, നീതിയെ, മനുഷ്യൻ്റെ സാമാന്യ നീതിയെ മറികടക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. രണ്ടാമതായി, ആത്മനാശത്തിലേക്ക് നയിക്കുന്ന കരുണയല്ല, അത് വെറും വഞ്ചനയാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുകയാണെന്ന് കരുതുക. ഇത് ഒരിക്കലും സത്യമല്ല, ഇത് വഞ്ചനയാണ്. ഉദാഹരണത്തിന്, ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് ട്യൂമർ ബാധിച്ച 2 പേർ ഒരു വീട്ടിൽ ഉണ്ടെന്നിരിക്കട്ടെ. 2 പേരിൽ ഒരാൾ ആദ്യം ഡോക്ടറെ കാണാനായിട്ട് ചെന്നു. ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ കരുണയുണ്ടെന്ന് പറയപ്പെടുന്ന ആ ഡോക്ടർ എന്ത് ചെയ്തെന്നറിയാവോ? ആ ട്യൂമർ ഉണ്ടെന്നുള്ള കാര്യം മറച്ചു പിടിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, സഹോദര, ഉള്ളിൽ ഒരു ചെറിയ ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് മാറ്റാൻ ഞാനൊരു കൊച്ചു മരുന്ന് തരാം. അത് കുഴമ്പ് പോലുള്ള മരുന്നാണ്. ആ കുഴമ്പൊക്കെ ഇട്ട് വൈകുന്നേരം ഒന്ന് തിരുമ്മി സുഖമായിട്ട് കുളിച്ചാൽ മതി, താങ്കൾ രക്ഷപ്പെട്ടുകൊള്ളും എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയിട്ട് അയാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ദാ കണ്ടോ, ഏറ്റവും നല്ല ഡോക്ടർ, എന്തൊരു കരുണയാണ്, എന്തൊരു സ്നേഹമാണ്. കുഴമ്പിട്ട് വൈകുന്നേരം തേച്ച് കുളിച്ചാൽ എല്ലാ ഉള്ളിലെ ഗ്രോത്തും മാറുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ വീട്ടിലെ തന്നെ മറ്റൊരു സഹോദരൻ വേറൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. ആ ഡോക്ടറെ മൂരാച്ചിയായിട്ടാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ആ ഡോക്ടർ നേരെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ആ ഡോക്ടറെക്കുറിച്ച് മോശപ്പെട്ട സംസാരങ്ങൾ നാട്ടിലുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഇയാൾ അവിടെ ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നു, ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഡോക്ടർ പറഞ്ഞു, താങ്കളുടെ ഉള്ളിൽ ഒരു ട്യൂമറുണ്ട്. ആ ട്യൂമർ 24 അവേഴ്സിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ സർജറിക്ക് വിധേയമാക്കിയില്ലെങ്കിൽ താങ്കൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. സഹോദരങ്ങൾ, ഇത് കേട്ട് കഴിഞ്ഞ് ഇയാൾ ഡോക്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഏറെ അസ്വസ്ഥനായി. മറ്റൊന്നും കൊണ്ടുമല്ല, ഇതേ സമാന രോഗമുള്ള മറ്റൊരാൾ വേറൊരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ വളരെ കരുണയോടുകൂടി പെരുമാറി. ഇത് കണ്ടില്ലേ, മൂരാച്ചിയായിട്ടുള്ള ഡോക്ടറാണ്. സഹോദരങ്ങളെ, എന്നാൽ മൂരാച്ചിയാണെങ്കിലും ഈ പേഷ്യൻറ്റിനോട്, ഈ രോഗിയോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ഇതാ ചെന്ന് സർജറിക്ക് വിധേയമാകുന്നു. സർജറിക്ക് വിധേയമായി അയാൾ രക്ഷപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. കുഴമ്പ് തേച്ചുകൊണ്ടിരുന്ന സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. എന്നാൽ ഓപ്പറേഷന് വിധേയമാക്കിയ മനുഷ്യൻ ഇന്നും ജീവിച്ച് മുന്നേറുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ആത്മവഞ്ചനയിലേക്ക്, ആത്മനാശത്തിലേക്ക് നയിക്കുന്ന കരുണ എന്ന് പറയുന്നത് കരുണയല്ല, അത് വെറും വഞ്ചനയാണ്. എന്ന് പറഞ്ഞാൽ, സത്യത്തെ അസത്യമായി പറയുന്നതും നാശകരമായവയെ ഏറ്റവും മനോഹരമായതും പ്രകാശമാനമായതും ആയി പരിചയപ്പെടുത്തുന്നതും ഒരിക്കലും കരുണയല്ല. നമ്മൾ പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങൾ, ഇതാ ഹെബ്രായരുടെ എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ ചോദിക്കുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് നമ്മൾ ശിക്ഷണത്തിന് വിധേയമാകുന്നത്. ശിക്ഷണത്തിന് നമ്മൾ വിധേയരായില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ല, വെറും ജാരസന്തതികൾ മാത്രമാണ്. സഹോദരങ്ങളെ, ദൈവം ചില ശിക്ഷണങ്ങൾ നൽകി നമ്മളെ വളർത്തുന്നത് പോലും ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് എന്ന് ധ്യാനിക്കാൻ
നമ്മൾ അവസരം കൊടുക്കണം. ഈ വർഷത്തിൽ പ്രത്യേകമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരക്കാരായ വൈദികരോട് മുഴുവൻ കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. അത് ഈ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കുമ്പസാരക്കാരായ വൈദികരോട് മാർപ്പാപ്പ പറയുകയാണ്, അടുത്തേക്ക് കടന്നു വരുന്ന ഒരു പാപിയുടെ പാപകരമായ ജീവിതത്തെ വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിച്ച് ചോദിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവർക്ക് പാപമോചനം കൊടുക്കണമെന്ന്. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രന്റെ സംഭവത്തിൽ ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ലോകത്തിലുള്ള മുഴുവൻ കുമ്പസാരക്കാരായ വൈദികർക്കും ഈ നിർദ്ദേശം കൊടുക്കുന്നത്. ഇതാ ധൂർത്തപുത്രൻ, അവൻ പന്നിക്കൂട്ടിൽ കിടന്ന് അവൻ പിതാവിനെ കുറിച്ച് ചിന്തിച്ചു, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചു. മടങ്ങിപ്പോകാൻ നേരത്ത് അവൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും, പിതാവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ഞാൻ പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാനിനി യോഗ്യനല്ല, അങ്ങയുടെ ദാസരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ പരിഗണിക്കണമേ എന്ന്. സഹോദരങ്ങളെ, ഇത് ആത്മകഥത്തോടുകൂടി ഉള്ളിൽ പറഞ്ഞിട്ട് ധൂർത്തപുത്രൻ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ചെന്ന ഉടനെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, സ്വന്തം മകൻ അകലിൽ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ പിതാവ് ഇറങ്ങിച്ചെന്നു. പിന്നീട് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്, ആദ്യ വാചകങ്ങൾ, ഇവൻ ആത്മകഥം ചെയ്ത ആദ്യ വാചകങ്ങൾ ഇവൻ ഉരുവിടുന്നുണ്ട്. ഉദാഹരണത്തിന് അവൻ പറയുന്നു, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. എന്നാൽ തുടർന്നുള്ള വാചകങ്ങൾ പറയാൻ പോലും സത്യത്തിൽ ധൂർത്തപുത്രനെ ആ സ്വർഗത്തിലെ പിതാവ്, ആ അനുഗ്രഹീതനായ പിതാവ് അനുവദിക്കുന്നില്ല. അവൻ്റെ വാ പൊത്തുകയാണ്. വാ പൊത്തി അവനെ മാറോട് സ്വീകരിച്ചു. പിന്നീട് വാക്കുകൾ ഉരുവിടാനായിട്ട് അവന് പറ്റുന്നില്ല, അവന് മുഴുവൻ സംസാരിക്കാൻ പറ്റുന്നില്ല. രണ്ടു പേരും കൂടി വാ വിട്ട് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ശക്തി വീണ്ടെടുത്തുകൊണ്ട് ആ പിതാവ് പറഞ്ഞു, മോതിരം അണിയിപ്പിക്കുക, ഇവൻ്റെ വസ്ത്രം പുതിയ വസ്ത്രം കൊടുക്കുക, നല്ല വസ്ത്രം കൊടുത്ത് അവനെ വീണ്ടെടുക്കുക, അവൻ ആവശ്യമായ വലിയ ഭക്ഷണം ഒരുക്കുക, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് എല്ലാവർക്കുമായി വലിയ സദ്യ ഒരുക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നല്ല ഒരു കുമ്പസാരക്കാരന് ഈ വർഷം പരിശുദ്ധ സഭ കൊടുക്കുന്ന നിർദ്ദേശം വൈദികർ, ഇന്ന് ഈ ദൈവശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവർ ഏറെ സ്നേഹത്തോടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്താണത്? കടന്നു വരുന്നൊരു പാപിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റു പറയാൻ പോലും അവസരം കൊടുക്കാത്ത വിധത്തിൽ അവരെ സ്നേഹിക്കുന്ന ഇടമായി കരുണയുടെ കൂടാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുമ്പസാര കൂടുകൾ മാറേണ്ട വർഷം കൂടിയാണ് കരുണയുടെ വർഷം. സഹോദരങ്ങളെ, സാധാരണമായി വിശ്വാസികളായ ധാരാളം പേര് ഈ ദൈവശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് 2 നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമതായി, പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്സായും പരസ്യവേശികളായി നിലകൊള്ളുന്ന മനുഷ്യരുണ്ട്. നാണം കൊണ്ട് കുമ്പസാരിക്കാൻ കടന്നു വരാൻ സാധ്യതയില്ലാത്ത ധാരാളം മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഇവരെ സ്നേഹത്തോടുകൂടി ഈ കരുണയുടെ കൂടാരത്തിലേക്ക് വിളിക്കേണ്ട വർഷമാണ് കാരുണ്യവർഷം. അപ്പോൾ അവിടെ കൺഫസറായി കുമ്പസാര കൂട്ടിലിരിക്കുന്ന യേശുവിൻ്റെ പ്രതിനിധിയാകട്ടെ, ആ വ്യക്തിയുടെ, ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ മോശപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ചൂഴ്ന്ന് ചോദിച്ച് അവളെ വേദനിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവളെ ആഞ്ഞു പുലുകി ഈശോയുടെ നാമത്തിലുള്ള പാപമോചനം അവർക്ക് കൊടുക്കാൻ അവസരമൊരുക്കും. രണ്ടാമതായി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലരെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പലപ്പോഴും പാപം ചെയ്ത് ഒരുപാട് പ്രായം കവിഞ്ഞതുകൊണ്ട് സത്യത്തിൽ കുമ്പസാരക്കൂടിനെ അടുത്തേക്ക് ചെല്ലാൻ, അതിനെ സമീപിക്കാൻ വിഷമിക്കുന്നവരുണ്ട്. ഞാൻ ഓർക്കുന്നു, 85 വയസ്സ് തികഞ്ഞ ഒരു കാരണവർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് വീണ്ടും പരിശോധിക്കാൻ അവസരം കൊടുക്കണില്ല, അത് ആലോചിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ പാപങ്ങൾ അത്ര കണ്ട് കൂടുതലാണ്, അത്ര കണ്ട് ദൈവത്തെ വേദനിപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സമീപിക്കാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. പ്രധാനമായും കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ കൺഫെഷനിലേക്ക് ഒരിക്കലും പോകാൻ കഴിയാതെ പ്രായാധിക്യം കൊണ്ട്, പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒക്കെയും വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ
സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ക്ഷണിക്കാൻ പറ്റുമോ? അവർ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളായിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന IT ഫേമുകളിലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന മറ്റ് ഫാക്ടറികളിലായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന വെറും പെട്രോൾ സ്റ്റേഷനുകളിലായിരിക്കാം. സ്നേഹിതരെ, ഏറെ സ്നേഹത്തോടെ ഈശോയുടെ കുമ്പസാരക്കൂട്ടിലേക്ക് അവരെ നിങ്ങൾക്ക് ക്ഷണിക്കാൻ കഴിയുമെങ്കിൽ ഈ കരുണയുടെ വർഷത്തിൽ നാം കർത്താവിൻ്റെ കരുണ സ്വീകരിക്കും. മറ്റുള്ളവർക്കും ആ കർത്താവിൻ്റെ കരുണ നമുക്ക് കൊടുക്കാനും കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവേ, അവിടുന്ന് കരുണയിൽ സമ്പന്നനാണ്. നിൻ്റെ കരുണയുടെ സമ്പന്നത നിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലമാണ്. നീ വളരെ കുറച്ചു പേർക്ക് മാത്രം പ്രത്യേകമായി കൊടുക്കുന്ന നിൻ്റെ ഹൃദയം, കരുണയുടെ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഈശോ സ്നേഹപൂർവ്വം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. ദൈവമേ, പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണയാകേണമേ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനം ദിവ്യകാരുണ്യ കർത്താവിൻ്റെ മുമ്പിലായിരുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. ഓ ദിവ്യകാരുണ്യ കർത്താവേ, പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ അടയാളമാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ദിവ്യകാരുണ്യ യേശു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന കരുണയാണ് സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവിനുള്ളത്. മുഖത്ത് തുപ്പിയവനോടും മുഖം തുടച്ചവളോടും ഒരുപോലെ കരുണ കാണിക്കുന്ന കരുണയാണ് ദിവ്യകാരുണ്യ യേശുവേ ഞങ്ങൾ അങ്ങയിൽ കാണുന്നത്. മുഴുവൻ ഹൃദയത്തോടുകൂടി ഞങ്ങളുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്തതിന്, ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നതിന്, പാപങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ടി കുരിശു മരണം പ്രാപിച്ച അങ്ങയെ ഞങ്ങൾ ഏക സമൂഹമായി ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇപ്പോൾ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
ദൈവകുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. രക്തം ചിന്താതെ പാപമോചനമോ, രക്തം ചിന്താതെ മനുഷ്യൻ്റെ രക്ഷയോ സാധ്യമല്ല. ആദിമകാലങ്ങളിൽ ആടുമാടുകളെയാണ് രക്തം ചിന്തി പാപമോചനത്തിന് വേണ്ടി യാഹ്വയുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നത് എങ്കിൽ സ്വന്തം പുത്രനെ, ഏകജാതനെ സ്വർഗത്തിലെ പിതാവ് നമ്മുടെ പാപവിമോചനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ടല്ലേ യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലാംബ് ഓഫ് ഗോഡ് ഹൂ ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പാപം നീക്കാൻ നമ്മുടെ കർത്താവ് കടന്നു വരുന്നു. നമ്മുടെ എല്ലാ പരിമിതികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ലോകത്തിലെ മുഴുവൻ തിരുസഭയിലുടനീളം വിശ്വാസികൾക്ക് കാരുണ്യവർഷത്തിലൂടെ ഒട്ടേറെ ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നുമുള്ള മോചനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വർഷം, ഈ സമയം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പാപം മൂലമുണ്ടായിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനമുണ്ടാകട്ടെ. പാപത്തിൻ്റെതായ വിപരീത ഫലങ്ങൾ ഞങ്ങളിൽ ഉണ്ടാകുന്ന സ്വാധീനങ്ങളിൽ നിന്ന് കർത്താവെ, അങ്ങയുടെ കരുണയുടെ തറയ്ക്കപ്പെട്ട കരം ഞങ്ങളുടെ മേൽ അയച്ചുകൊണ്ട് ഞങ്ങൾക്ക് മോചനം തരണമേ എന്ന് ദിവ്യകാരുണ്യ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയിലല്ലാതെ മറ്റൊരാളിലും രക്ഷയില്ലെന്ന് പാപവിമോചനമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അയക്കണമേ. നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഓ നല്ല ഇടയാ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളിലേക്ക് വരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. Bless the Lord, my soul, and bless God's holy name. Bless the Lord, my soul, who leads me into life, who